എവരിവൺ, ഇന്ന് നമ്മൾ പോകുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലുള്ള സിയാറ്റിൽ എന്ന നഗരത്തിലേക്കാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി സിയാറ്റിലിൻ്റെ ഐക്കണായിട്ടുള്ള പൈക്ക് പ്ലേസ് മാർക്കറ്റിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. 1907 സ്ഥാപിതമായ ഈ മാർക്കറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴക്കമേറിയതും തുടർച്ചയായി പ്രവർത്തിക്കുന്നതുമായ ഒരു പൊതുവിപണികളിൽ ഒന്നാണ്. നൂറുകണക്കിന് കർഷകർ, കരകൗശല തൊഴിലാളികൾ, ചെറുകിട വ്യവസായികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മനോഹരമായ പൂക്കളുടെ ശേഖരങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ്, ലോക്കൽ ഹണി, അതിൻ്റെ എല്ലാം വിൽപ്പന ആ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. (1930) മുതൽ സിയാറ്റിലെ ഈ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന പൈക്ക് പ്ലേസ് ഫിഷ് മാർക്കറ്റ് ഫ്രഷ് ആയിട്ടും വൈൽഡ് പ്രീമിയം മീനുകളൊക്കെ നമ്മൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഈ മാർക്കറ്റിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് മീൻ എറിയുക എന്നുള്ളത്. നിങ്ങൾ ഓർഡർ വിളിക്കുന്നു, ഞങ്ങൾ അത് എറിയുന്നു. പ്രസിദ്ധമായ പൈക്ക് പ്ലേസ് മാർക്കറ്റിലെ ഈ ഫിഷ് എറിയുന്നത് കാണാനായിട്ട് ധാരാളം ആളുകൾ തടിച്ചു കൂടാറുണ്ട്. ദിവസേന 200ഓളം തവണ മീനുകൾ എറിയാറുണ്ടെന്നാണ് പറയുന്നത്. പല നിലകളിലായിട്ടുള്ള ഈ മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഫ്ലോറിലാണ് ഈ ഫിഷ് മാർക്കറ്റും ബാക്കിയുള്ള ഉൽപ്പന്ന സ്റ്റോളുകളും വിൽക്കപ്പെടുന്നത്. താഴെ അണ്ടർഗ്രൗണ്ടിലോട്ട് തന്നെ പല മൾട്ടിപ്പിൾ ലെവൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ആർട്സും അവരുടെ ലോക്കൽ കരകൗശല വസ്തുക്കളും അതിനുള്ള ഗാലറികളൊക്കെയും അവിടെ ഉണ്ട്. അനേകായിരം ആൾക്കാരാണ് ഓരോ ദിവസവും ഈ മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഫുഡ് കടകളും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാർക്കറ്റെല്ലാം ഞങ്ങൾ കണ്ട ശേഷം ഇനിയും പോകുന്നത് സിയാറ്റിലിൻ്റെ ഗ്രേറ്റ് വീൽ കാണാൻ വേണ്ടിയിട്ടാണ്. സിയാറ്റിലെ എലിയറ്റ് ബേയിലെ പിയർ 57 53 മീറ്റർ ഉയരമുള്ള ഒരു ഭീമൻ ഫെറിസ് വീലാണ് സിയാറ്റിൽ ഗ്രേറ്റ് വീൽ. മൊത്തത്തിൽ 175 അടി ഉയരത്തിൽ 2012 ജൂണിലാണ് ഇത് തുറന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും ഉയരമുള്ള ഫെറിസ് വീലാണ് ഇത്. ഫെറിസ് വീൽ കാണാനായിട്ട് നമ്മൾക്ക് ടിക്കറ്റ് അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ അവിടെ ടിക്കറ്റ് നമുക്ക് എടുക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. സിയാറ്റിൽ ഗ്രേറ്റ് വീലിൽ 42 കാലാവസ്ഥ നിയന്ത്രിത ഗോണ്ടോളകളാണ് ഉള്ളത്. ഓരോന്നിനും 8 യാത്രക്കാരെ വെച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ ദിവസം കുറച്ച് മഴയുള്ളത് കൊണ്ട് ഞങ്ങളന്ന് പോയ ദിവസം അധികം തിരക്കില്ലായിരുന്നു ഈ ഫെറിസ് വീലിൽ കയറാനായിട്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് ഉള്ള യാത്രയാണിത്. ഒരു 3-4 ടൈംസ് നമ്മളെ ഈ ഗോണ്ടോളയിൽ കറക്കും. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് ക്യൂ നിന്ന ശേഷം ഞങ്ങൾക്കും കയറാനുള്ള ഊഴമായി. സാധാരണ ഇങ്ങനത്തെ ഹൈറ്റുള്ള ഫെറിസ് വീലിലും റോളർ കോസ്റ്ററിലും ഒന്നും ഞാനങ്ങനെ കയറാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഇത് അത്രയും സ്പീഡിലൊന്നും അല്ല പോകുന്നത്, പതുക്കെ തന്നെയാണ് പോകുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട്. അത് മേളിൽ ചെല്ലുമ്പോൾ ഒരു 1 to 2 സെക്കൻഡ്സ് ചിലപ്പം ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിടും താഴെ നിന്ന് ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് സിയാറ്റിലിൻ്റെ ആ ഒരു ഫുൾ സ്കൈ ലൈനും സ്പേസ് നീഡിലും എല്ലാം നമുക്ക് ആ ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ അകത്തൂടെ തന്നെയാണ് കുറച്ച് ആ ഒരു ഫെറിസ് വീൽ പോകുന്നത്. നമുക്ക് കുറച്ചൊരു പേടി വരും, പക്ഷേ എന്നാലും നല്ല സേഫായിട്ട് തന്നെ നമുക്കത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ ഈ ഗോണ്ടോളയിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള VIP ഗോണ്ടോളാസ് ഉണ്ട്,
ഫുഡ് സെർവ് ചെയ്യുന്ന ഡൈനിങ് ഓപ്ഷൻസ് ഉണ്ട് അവർക്കിപ്പം. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്താലേ നമുക്ക് ആ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ഉള്ളൂ. ഇനി നമ്മൾ പോകുന്നത് പൈക്ക് പ്ലേസ് മാർക്കറ്റിന് അടുത്തുള്ള ഗം വോള് കാണാൻ വേണ്ടിയിട്ടാണ്. ഗം വോള് നഗരത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. അവിടുത്തെ 2 ഭാഗങ്ങളിലായിട്ടുള്ള ഭിത്തികളിൽ ആൾക്കാർ കളയുന്ന ചൂങ്കം ഗംസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. 1990 തുടക്കത്തിൽ അതിനടുത്തുള്ള ഒരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ ആളുകൾ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് കഴിച്ച് കളയുന്ന ഗമ്മ് അതിൻ്റെ വോളിൽ ഭിത്തിയിൽ ഒട്ടിച്ചാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്.